Dear students, welcome back to chemistry class. Today we have to start our new chapter named Compounds of Nonmetals. What do you mean by compounds? Yes, compounds are formed by the combination of atoms of different elements. Then compounds of nonmetals means the compounds formed by the combination of atoms of nonmetals. In this chapter, we have to study about some important non-metallic compounds. Look at the picture. Are you familiar with the chemical shown in this picture? Ammonia, sulfuric acid, urea, organic fertilizers, ammonium sulfate, factambos, etc. These chemicals have utmost importance in the agricultural and industrial sector. Hence, they are produced in large quantities. In this chapter, we shall familiarize ourselves with the methods of production and properties of some of these chemicals. Ammonia and sulfuric acid are most important non-metallic compounds. In this chapter, we have to study detailed about ammonia and sulfuric acid. How can we prepare ammonia? What are the properties of ammonia? What are the uses of ammonia, etc. Ammonia is an important raw material for the production of nitrogenous fertilizers. We know that nitrogen is an important metal for the plant growth. അല്ലേ, പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് നൈട്രജൻ. അമോണിയ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് നൈട്രജൻ. അമോണിയ എന്താണ്? NH3 ആണ്. 1 നൈട്രജൻ ആറ്റം ആൻഡ് 3 ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ടു ഫോം അമോണിയ. അപ്പം നൈട്രജൻ്റെ ഒരു നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സാണ് അമോണിയ. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനൊക്കെയുള്ള ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നൈട്രോജീനിയസ് ഫെർട്ടിലൈസേഴ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് നോൺ മെറ്റാലിക് കോമ്പൗണ്ടാണ് അമോണിയ. അപ്പോൾ അമോണിയ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അമോണിയയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഇൻ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ എങ്ങനെ അമോണിയ പ്രിപ്പയർ ചെയ്യാം? ടേക്ക് എ ലിറ്റിൽ അമോണിയം ക്ലോറൈഡ് ഇൻ എ വാച്ച് ഗ്ലാസ് ആൻഡ് ആഡ് എ ലിറ്റിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ടു ഇറ്റ്. അമോണിയം ക്ലോറൈഡ് എന്താ? NH4Cl. അമോണിയം ക്ലോറൈഡ് എടുക്കുക, അതുപോലെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ്. അപ്പം കാൽസ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും ഒരു വാച്ച് ഗ്ലാസ്സിലെടുത്ത് നന്നായിട്ട് സ്റ്റിർ ചെയ്യാം. അത് സ്റ്റിർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇറിറ്റേറ്റിംഗ് സ്മെല്ല് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഇറിറ്റേറ്റിംഗ് സ്മെല്ലായിരിക്കും. അപ്പോൾ ആ ഇറിറ്റേറ്റിംഗ് സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു റിയാക്ഷൻ്റെ റിസൾട്ടായിട്ട് അവിടെ അമോണിയ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രസൻസ് ഓഫ് അമോണിയ ഗ്യാസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ് ഇറിറ്റേറ്റിംഗ് സ്മെൽ. ദെൻ നമ്മൾ എന്ത് ചെയ്യാം? ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ എടുത്തിട്ട് അതിലൊന്ന് വെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ഗ്യാസിന് നമ്മൾ റിയാക്ഷൻ നടക്കുന്നതിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് കൊണ്ടുവയ്ക്കുക. റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറായിട്ട് ചേഞ്ച് ചെയ്യുന്നത് കാണാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? അമോണിയ ഈസ് ബേസിക് ഇൻ നേച്ചർ. ഹെൻസ് ഇറ്റ് ടേൺസ് റെഡ് ലിറ്റ്മസ് പേപ്പർ ടു ബ്ലൂ. റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ കളറാക്കി മാറ്റണമെങ്കിൽ അമോണിയയ്ക്ക് ഏത് നേച്ചറാണ്? ബേസിക് നേച്ചറാണ്. അപ്പോൾ ഇതിൽ നിന്ന് അമോണിയയുടെ രണ്ട് പ്രോപ്പർട്ടീസ് കൂടി നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അമോണിയയ്ക്ക് ഒരു ഇറിറ്റേറ്റിംഗ് സ്മെല്ലാണ്, ഒരു പഞ്ചൻ സ്മെല്ലാണ്. നമ്മൾ ടോയ്ലറ്റിലൊക്കെ ഉള്ള പോലെ ഒരു പഞ്ചൻ സ്മെല്ലാണുള്ളത്. അതുപോലെ അമോണിയ ഈസ് ബേസിക് ഇൻ നേച്ചർ. ബേസിക് സ്വഭാവമാണ്, ബേസിക് നേച്ചറാണ് അമോണിയയ്ക്കുള്ളത്. ഈ രണ്ട് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാം. ഇനി ഇപ്പം നമ്മൾ ക്ലാസ് റൂമിൽ അമോണിയ പ്രിപ്പയർ ചെയ്തു. ദെൻ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഇൻ ദ ലബോറട്ടറി. ഇവിടെ നമ്മൾ ക്ലാസ് റൂമിൽ അമോണിയ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിച്ച സെയിം മെറ്റീരിയൽസ് തന്നെയാണ് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അവിടെ അപ്പാരറ്റസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ മാത്രമേ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പാരറ്റസ് നോക്കൂ, ഇവിടെ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട് അല്ലേ? ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ടെസ്റ്റ് ട്യൂബിൽ എന്താ എടുത്തിട്ടുള്ളത്? അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും. അമോണിയം ക്ലോറൈഡ് ആൻഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആർ ഹീറ്റഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. അവിടെ നമ്മൾ അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊഡക്ട്സാണ് ഫോം ചെയ്യുന്നത്? ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് താഴെ. നമുക്ക് ഇക്വേഷൻ നോക്കൂ. 2NH4Cl plus CaOH twice gives CaCl2 plus 2H2O plus 2NH3. അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും അതിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
കാൽസ്യം ക്ലോറൈഡും വാട്ടറും അമോണിയയും ഫോം ചെയ്യുന്നുണ്ട്. അതിൽ കാൽസ്യം ക്ലോറൈഡ് സോളിഡാണ്, അത് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ തന്നെ കിടക്കും. അമോണിയ ഗ്യാസാണ്, അതുപോലെ വാട്ടർ ഒരു തരം സ്റ്റീമായിട്ടാണ് അതിൽ വരുന്നത്. അപ്പോൾ അവിടെ അമോണിയ ഗ്യാസിനൊപ്പം ഈ വാട്ടർ കണ്ടൻറ്റും കൂടി മിക്സ് ആയിട്ടാണ് നമ്മുടെ ട്യൂബിലൂടെ പുറത്തേക്ക് വരിക. ഈ ഒരു ട്യൂബിലൂടെ അമോണിയ ഗ്യാസ് പുറത്ത് വരും. അപ്പോൾ അതിൻ്റെ കൂടെ ആരും കൂടെ ഉണ്ടാവും, ഈ വാട്ടർ കണ്ടൻറ്റ് കൂടി ഉണ്ടാവും. അപ്പം നമുക്ക് എന്ത് വേണ്ട, വാട്ടറിന് വേണ്ട, നമുക്ക് വേണ്ടത് അമോണിയ ഗ്യാസാണ്. അപ്പം നമുക്ക് അമോണിയ ഗ്യാസിലുള്ള വാട്ടർ കണ്ടൻറ്റിനെ റിമൂവ് ചെയ്യണം. അങ്ങനെ വാട്ടർ കണ്ടൻറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രൈയിങ് ടവറിലൂടെ നമ്മൾ ഈ അമോണിയ ഗ്യാസിനെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രൈയിങ് ടവറിലുള്ളത് ആരാണ്? കാൽസ്യം ഓക്സൈഡാണ്. കാൽസ്യം ഓക്സൈഡിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് വളരെ നന്നായിട്ട് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ വാട്ടർ മിക്സ് ആയിട്ടുള്ള അമോണിയ ഗ്യാസ് ഡ്രൈയിങ് ടവറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് കാൽസ്യം ഓക്സൈഡ് എന്ത് ചെയ്യും, ആ അമോണിയ ഗ്യാസിലുള്ള വാട്ടർ കണ്ടൻറ്റിനെ എല്ലാം അബ്സോർബ് ചെയ്യും. എന്നിട്ട് അമോണിയയെ മാത്രമേ ഇതിലൂടെ ട്യൂബിലൂടെ കടത്തിവിടുന്നുള്ളൂ. അങ്ങനെ ഈ ട്യൂബിലൂടെ വരുന്ന അമോണിയ നമ്മളൊരു ഗ്യാസ് ജാറിലേക്ക് കളക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ ഗ്യാസ് ജാർ വെച്ചിരിക്കുന്നത് നോക്കൂ, ഇതെന്താണ്, ഇൻവേർട്ടഡ് പൊസിഷനിലാണ് വെച്ചിട്ടുള്ളത് അല്ലേ, മുകളിലേക്കല്ലല്ലോ, ഇത് ഇൻവേർട്ടഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അമോണിയ കളക്ട് ചെയ്യുന്ന ഗ്യാസ് ജാർ ഇൻവേർട്ടഡ് പൊസിഷനിൽ വെച്ചത്? അതെന്തിനാന്ന് വെച്ചാൽ അമോണിയ ഗ്യാസിന് എയറിനേക്കാൾ വളരെയധികം ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ ഡെൻസിറ്റി എയറിനേക്കാൾ കുറവായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നേരെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഗ്യാസ് ജാറിൽ അമോണിയ കളക്ട് ചെയ്യാൻ കഴിയില്ല, അമോണിയ പൊങ്ങിപ്പോവും. അപ്പം എന്താണ്, ഇവിടെ നമുക്ക് അമോണിയ കളക്ട് ചെയ്യണമെങ്കിൽ ഈ ഗ്യാസ് ജാർ ഇൻവേർട്ടഡ് പൊസിഷനിൽ വെച്ചാൽ മാത്രമേ എന്തുള്ളൂ, ഈ ഗ്യാസ് ജാറിൽ നമുക്ക് അമോണിയ കളക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഗ്യാസ് ജാർ ഇൻവേർട്ടഡ് പൊസിഷനിൽ വെക്കാനുള്ള കാരണം ഡെൻസിറ്റി ഓഫ് അമോണിയ ഈസ് ലെസ് ദാൻ എയറിനേക്കാളും കുറവായതുകൊണ്ടാണ് ഇൻവേർട്ടഡ് പൊസിഷനിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ലബോറട്ടറിയിൽ അമോണിയ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് അമോണിയ യൂസ് ചെയ്തുകൊണ്ടുള്ള ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഉള്ളൊരു ചാപ്റ്ററാണിത്. അപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഫൗണ്ടെയിൻ എക്സ്പെരിമെൻ്റ് ആണ്. ഇത് അമോണിയയുടെ ഓരോ പ്രോപ്പർട്ടീസും പ്രൂവ് ചെയ്യുന്നതിനാണ് ഓരോ എക്സ്പെരിമെൻറ്റും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫൗണ്ടെയിൻ എക്സ്പെരിമെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു ഭംഗിയുള്ള എക്സ്പെരിമെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പം ഇവിടെ നമ്മളൊരു ഫൗണ്ടെയിൻ എക്സ്പെരിമെൻറ്റിന് വേണ്ട അപ്പാരറ്റസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആണ്. റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനുള്ളിൽ നമ്മൾ അമോണിയ ഗ്യാസ് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ സാധാരണയായിട്ട് അമോണിയ ഗ്യാസ് ഫില്ല് ചെയ്യാൻ നമുക്കൊരു എളുപ്പവഴി അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവും, അതെടുത്തിട്ട് അത് ചൂടാക്കി കഴിഞ്ഞാൽ ആ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനുള്ളിൽ അമോണിയ ഫില്ല് ചെയ്ത് കിട്ടും. അപ്പോൾ അമോണിയ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടൊരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുക്കുന്നു. അതിലൊരു കോർക്കൊക്കെ കണക്ട് ചെയ്തിട്ട് അതിനുള്ളിലേക്കൊരു ജെറ്റ് ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സിറിഞ്ച് ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ബീക്കറിൽ എടുത്തിട്ടുള്ളത് വാട്ടർ കണ്ടെയ്നിങ് ഫിനോഫ്തലിനാണ്. വാട്ടറും അതിലെന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഫിനോഫ്തലിൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിനോഫ്തലിന് വാട്ടറിൽ കളറൊന്നുമില്ല, അപ്പോൾ ഇവിടെ വൈറ്റ് കളറിലാണ് കാണുന്നത്. അപ്പോൾ ഇത്രയാണ് അപ്പാരറ്റസ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു എക്സ്പെരിമെൻ്റ് ഒന്ന് കാണാം, എന്നിട്ട് നമുക്കതിനെ ഡിസ്കസ് ചെയ്യാം. ഫിനോഫ്തലിനാണ് വാട്ടറിലേക്ക് ആഡ് ചെയ്തത്. ആഡ് കോൺസെൻട്രേറ്റഡ് അമോണിയ ടു ദ ഫ്ലാസ്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അമോണിയം ഹൈഡ്രോക്സൈഡ് എടുത്തിട്ട് ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡാണ് എടുത്തത്. അതിനുശേഷം ആ ബോയിൽ ദ അമോണിയ സൊല്യൂഷൻ, അമോണിയം ഹൈഡ്രോക്സൈഡിനെ ബോയിൽ ചെയ്യാണ്. ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലാസ്കിൽ അമോണിയ ഗ്യാസ് ഫില്ലാവും. ദെൻ പ്ലേസ് ഫ്ലാസ്ക് അപ്സൈഡ് ഡൗൺ. അതൊരു തല കീഴായിട്ട് നമ്മളൊരു ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ആ ജെറ്റ് ട്യൂബ് ഇവിടെ ആ നമ്മളെ ബീക്കറിൽ ഫിനോഫ്തലിൻ ആഡ് ചെയ്തിട്ടുള്ള ബീക്കറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫൗണ്ടെയിൻ ഉണ്ടാവുന്നത് കാണാം. ഇതാണ് അമോണിയയുടെ ഫൗണ്ടെയിൻ എക്സ്പെരിമെൻറ്റ്.
അമോണിയയുടെ ഫൗണ്ടൈൻ എക്സ്പെരിമെൻറ്റ് നിങ്ങളെല്ലാവരും കണ്ടു. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ അമോണിയ എന്ത് ചെയ്തു, ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ അമോണിയൊക്കെ ഫില്ല് ചെയ്തു. എന്നിട്ട് അതിനൊരു ജെറ്റ് ട്യൂബ് കണക്ട് ചെയ്തു. പിന്നെ അതുപോലെ താഴെ എന്താണ്, ഒരു ബീക്കറിൽ ഫിനോഫ്തലിൻ ആഡ് ചെയ്തിട്ട് എടുത്തു. അതിനുശേഷം ആ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ഇൻവേർട്ടഡ് ആയിട്ട് വെച്ചിട്ട് ജെറ്റ് ട്യൂബ് നമ്മളെ വാട്ടറിലേക്ക് താഴ്ത്തി വെച്ചു. അപ്പോൾ ആ സമയത്ത് നല്ല ഭംഗിയുള്ള ഫൗണ്ടെയിൻ ഉണ്ടായി. അതായത് നമ്മുടെ ബീക്കറിൽ ഉണ്ടായിരുന്ന വാട്ടർ മുകളിലെ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലേക്ക് കയറി അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ മുകളിലേക്ക് കയറാൻ കാരണം? നമ്മുടെ ബീക്കറിലുള്ള വാട്ടർ ഉണ്ടല്ലോ, ആ ബീക്കറിൽ പ്രഷർ കൂടുതലും നമ്മുടെ അമോണിയ ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ ഉള്ള പ്രഷർ കുറവും ആയതുകൊണ്ട് എപ്പോഴും പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്കാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുക അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ബീക്കറിലുള്ള വാട്ടർ എന്ത് ചെയ്തു, വളരെ സ്പീഡിൽ മുകളിലെ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലേക്ക് കയറി. അപ്പോൾ ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ അമോണിയ ആണുള്ളത് അല്ലേ. അപ്പോൾ ഈ അമോണിയ എന്ത് ചെയ്യും, ആ ഒരു വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. അമോണിയ ഡിസോൾവ്സ് എബണ്ടൻ്റ്ലി ഇൻ വാട്ടർ. ആ സമയത്ത് എന്ത് ചെയ്യും, ദ പ്രഷർ ഇൻ ദ ഫ്ലാസ്ക് ഡിക്രീസസ് വിത്ത് മോർ അമോണിയ ഡിസോൾവ്സ് ഇൻ വാട്ടർ. ആ ഒരു ഫ്ലാസ്കിലുള്ള അമോണിയ വാട്ടറിൽ, ആ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലേക്ക് കയറിയിട്ടുള്ള വാട്ടറിൽ ഡിസോൾവ് ആവുന്നതിനനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലുള്ള പ്രഷർ കുറയുകയും വീണ്ടും താഴെ നിന്ന് വാട്ടർ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലേക്ക് കയറുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് ഫൗണ്ടെയിൻ പിങ്ക് കളറിൽ ഉണ്ടാവാൻ കാരണം? പിങ്ക് കളറിലാവാൻ കാരണം നമ്മുടെ അമോണിയ ബേസിക് നേച്ചറാണ്. അതുപോലെ അമോണിയ ഈ ഒരു വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. അമോണിയയ്ക്ക് വാട്ടറിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റും. അമോണിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. അതൊരു ആൽക്കലിയാണ്. അപ്പം ഈ ഒരു ഫിനോഫ്തലിൻ ആൽക്കലിയിൽ എപ്പോഴും എന്ത് കളറാണ് കാണിക്കുക, പിങ്ക് കളറാണ് അല്ലേ. ഫിനോഫ്തലിൻ ആസിഡ്സിനെയും ബേസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണെന്നുള്ളത് നിങ്ങൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഫിനോഫ്തലിൻ ആൽക്കലിയിൽ എന്ത് കാണിക്കും, പിങ്ക് കളറ് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്തപ്പോൾ ആ ഒരു വാട്ടറിന് എന്ത് സംഭവിച്ചു, പിങ്ക് കളറായി. അതുകൊണ്ടാണ് നല്ല പിങ്ക് കളറുള്ളൊരു ഫൗണ്ടെയിൻ അവിടെ ഉണ്ടായത്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് അമോണിയയുടെ എന്തെല്ലാം പ്രോപ്പർട്ടീസാണ് കിട്ടുന്നത്? ഫസ്റ്റത്തെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടിയിരുന്നു അമോണിയയ്ക്ക് ഒരു ഇറിറ്റേറ്റിംഗ് പഞ്ചൻറ്റ് സ്മെല്ലാണുള്ളത്. പിന്നെ അതുപോലെ അമോണിയയ്ക്ക് ബേസിക് നേച്ചറാണുള്ളത്. പിന്നെ ഇതിൽ നിന്ന് കിട്ടിയ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അമോണിയ വാട്ടറിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് അമോണിയ ഒന്ന് ടാബ്ലേറ്റ് ചെയ്ത് നോക്കാം. അമോണിയയ്ക്ക് അങ്ങനത്തെ ഒരു അമോണിയയ്ക്ക് ഒരു പെർട്ടിക്കുലർ കളറില്ല. നോ പെർട്ടിക്കുലർ കളർലെസ് ആണ്. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി പഞ്ചൻറ്റ് സ്മെല്ലാണ് അല്ലേ. പഞ്ചൻറ്റ് സ്മെല്ലാണ്, ഇറിറ്റേറ്റിംഗ് പഞ്ചൻറ്റ് സ്മെല്ലാണ്. പിന്നെ ഹൈലി സോലുബിൾ ഇൻ വാട്ടറിൽ നല്ല സോലുബിളാണ്. അതാണ് നമ്മൾ ഫൗണ്ടെയിൻ എക്സ്പെരിമെൻറ്റിൽ കണ്ടത്. അമോണിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്തതുകൊണ്ടാണ് ആ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലെ പ്രഷർ കുറയുകയും വീണ്ടും വാട്ടർ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലേക്ക് കയറുകയും ചെയ്തത്. പിന്നെ അമോണിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്തപ്പോഴാണ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുകയും ആൽക്കലി ആയതുകൊണ്ട് അതിന് പിങ്ക് കളർ ഉണ്ടാവുകയും ചെയ്തു. ദെൻ ഡെൻസിറ്റി ഈസ് ലെസ് ദാൻ എയറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ടാണല്ലോ അമോണിയ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജാറ് ഇൻവേർട്ടഡ് പൊസിഷനിൽ വെച്ചത്. ദെൻ ബേസിക് ഇൻ നേച്ചർ, ബേസിക് ആണത്. അതുകൊണ്ടാണ് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കിയത്, ബ്ലൂ കളറാക്കി മാറ്റിയത്. അപ്പോൾ ഇത്രയാണ് അമോണിയയുടെ പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് 2 ടൈപ്സ് ഓഫ് അമോണിയയെക്കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ലിക്കർ അമോണിയ ആൻഡ് ലിക്വിഡ് അമോണിയ. ലിക്കർ അമോണിയയും ലിക്വിഡ് അമോണിയയും. അതാണ് ലിക്കർ അമോണിയ ദെൻ ലിക്വിഡ് അമോണിയ. അപ്പോൾ ലിക്കർ അമോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്കർ അമോണിയ എന്ന് പറഞ്ഞാൽ എ ഹൈലി കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ ഈസ് കോൾഡ് ലിക്കർ അമോണിയ. അതായത് വാട്ടറിൽ വളരെ ഹൈ ക്വാണ്ടിറ്റി അമോണിയ ഡിസോൾവ് ചെയ്തിട്ടാണ് ലിക്കർ അമോണിയ ഉണ്ടാക്കുന്നത്. എ ഹൈലി കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ ഈസ് കോൾഡ് ലിക്കർ അമോണിയ. വാട്ടറിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് ലിക്കർ അമോണിയ ഉണ്ടാകുന്നത്. ഇനി ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞാൽ അമോണിയ ക്യാൻ ബി ഈസിലി ലിക്വിഫൈഡ് ബൈ അപ്ലൈയിങ് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അമോണിയ ഗ്യാസിനെ പെട്ടെന്ന് തന്നെ ലിക്വിഫൈ ചെയ്യാൻ കഴിയും. ഈ ലിക്വിഫൈഡ് അമോണിയയാണ് ലിക്വിഡ് അമോണിയ. അപ്പോൾ രണ്ടും മാറിപ്പോവരുത്. ലിക്കർ അമോണിയ എന്ന് പറഞ്ഞാൽ വാട്ടറിൽ അമോണിയ ഡിസോൾവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വാട്ടറിൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്.
വാട്ടറിൽ ഹയർ എമൗണ്ട് അമോണിയ ഡിസോൾവ് ചെയ്തിട്ടാണ് ലിക്വർ അമോണിയ ഉണ്ടാക്കുന്നത്. പക്ഷേ ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞാൽ അതിൽ വാട്ടർ കണ്ടൻറ്റ് ഇല്ല. എന്താ ചെയ്യുന്നത്? അമോണിയയെ പ്രഷർ കൊടുത്തിട്ട് ലിക്വിഫൈ ചെയ്തതാണ്. അമോണിയ ക്യാൻ ബി ഈസിലി ലിക്വിഫൈഡ് ബൈ അപ്ലൈയിങ് പ്രഷർ. ലിക്വിഫൈഡ് അമോണിയ ഈസ് നോൺ ആസ് ലിക്വിഡ് അമോണിയ. ലിക്വിഫൈഡ് അമോണിയ ഈസ് നോൺ ആസ് ലിക്വിഡ് അമോണിയ. അപ്പം ലിക്വിഡ് അമോണിയ, ലിക്വർ അമോണിയ, അത് ക്ലിയർ ആണല്ലോ. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് യൂസസ് ഓഫ് അമോണിയ ആണ് പഠിക്കാനുള്ളത്. എന്തിനൊക്കെയാണ് അമോണിയ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റായിട്ട് ഫോർ ദ മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ എക്സെട്ര. നേരത്തെ പറഞ്ഞിരുന്നല്ലോ അമോണിയ ഫെർട്ടിലൈസേഴ്സിൽ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാനാണ് അമോണിയ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ടു ക്ലീൻ വിൻഡോ പെയിൻസ്, നമ്മളെ ഗ്ലാസ് ഒക്കെ തുടയ്ക്കാനൊക്കെ, നിലം തുടയ്ക്കുന്നതിനും ഒക്കെയുള്ള ക്ലീൻ ചെയ്യുന്ന സൊല്യൂഷൻസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അമോണിയ. ആസ് എ റെഫ്രിജറൻറ്റ് ഇൻ ഐസ് പ്ലാന്റ്, ഐസ് പ്ലാന്റിൽ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അമോണിയ ഇട്ട ഫിഷ് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ അമോണിയ കേടാണ്, നമുക്ക് ഹാംഫുള്ളായിട്ടുള്ള കെമിക്കലാണ്, അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് അമോണിയ ഇട്ടതാണ്. അപ്പോൾ അവിടെ അമോണിയ ഇടുന്നത് എന്തിനാ വെച്ചാൽ അതിനെ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യണതാണ്. വലിയ ഇങ്ങനത്തെ ഐസ് പ്ലാന്റിലൊക്കെ റെഫ്രിജറൻ്റ് ആയിട്ട് അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ മെനി ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ ക്ലീനിങ് സൊല്യൂഷൻ. നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലോർ ക്ലീനിങ്ങും ടോയ്ലറ്റ് ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റിലൊക്കെ അമോണിയ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസസ് ഓഫ് അമോണിയ. പിന്നെ നമ്മുടെ ക്ലോത്തിൻ്റെ ഇൻഡസ്ട്രിയിലായാലും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും പിന്നെ അതുപോലെ ഈ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിലൊക്കെ അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഈ അമോണിയ നമ്മൾ വലിയ ഇങ്ങനത്തെ ടാങ്കറുകളിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ ടാങ്കറിന് എന്തെങ്കിലും ചോർച്ച വന്നു കഴിഞ്ഞാൽ അമോണിയ നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര കുറേ നമ്മുടെ ഹെൽത്തിന് നല്ല ഹാംഫുള്ളാണ്. നമ്മൾ ഐക്ക് പ്രോബ്ലമാണ്, പിന്നെ അതുപോലെ സ്കിൻ അലർജിയൊക്കെ ഉണ്ടാവും. പിന്നെ അത് പെട്ടെന്ന് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു നമ്മുടെ തൊണ്ട ഒക്കെ എന്താവും, ബേൺ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് ഭയങ്കര അപകട സാധ്യത ഉള്ള ഒന്നാണ് അമോണിയ ഇങ്ങനെ ചോർച്ച ഉണ്ടാവുന്നത്. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഇങ്ങനെ അമോണിയ പെട്ടെന്ന് ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ